ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഒരു മാസത്തിലേറെയായി എൻ്റെ ഫ്രിഡ്ജ് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആ ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്, അതുപോലെ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പ്ലഗിൽ നിന്ന് വയറൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നേരെ വന്നിട്ട് ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റുന്നത് കേട്ടോ. എല്ലാ സാധനവും പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് ക്ലീനിങ് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതിന് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അയക്കും കാര്യങ്ങളൊന്നും എന്തെങ്കിലും ചിന്തയെ അങ്ങനെയൊക്കെ ചെയ്താലും ആ ഷീറ്റിൽ മാത്രമേ ആവുള്ളൂ. കൂടുതലായിട്ടുള്ള എന്താ പറയുക അയക്കും കാര്യങ്ങളൊന്നും ആവില്ല കേട്ടോ. എന്നാലും ഒരു മാസത്തിലേറെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്ലീനിങ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഡോറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ കറണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലീനിങ് സൊല്യൂഷന് നോക്കാം. ആദ്യം തന്നെ എടുക്കുന്നത് ഒരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരിയിലേക്ക് കുറച്ച് തോനെയായിട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. സാധാ വാട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഡിഷ് വാഷും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലത്തെ സ്പോഞ്ച് ആയിരിക്കണം കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പോഞ്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സ്പോഞ്ചാണ്. ഇതാകുമ്പം എവിടെയും എല്ലാ ഭാഗത്തും നമുക്ക് അയക്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഒന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് അതിന് ശേഷം നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വരുന്നത് കുറച്ചൊന്ന് എന്താ പറയുക ഒരച്ചിങ്ങാണ്ട് അത്യാവശ്യം നല്ല പോലെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കട്ട പിടിച്ച് കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഓവറായിട്ട് നമ്മൾ നന്നായിട്ട് ഒരുക്കുന്നത് അത്ര വലിയ നല്ലതല്ല കേട്ടോ. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇത്തിരി കട്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതുപോലത്തെ ഭാഗം വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഡോറിൻ്റെ ആ സൈഡിലും ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ ഫ്രിഡ്ജ്. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റിൽ എന്തെങ്കിലും അയക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് അത് കഴുകി വീണ്ടും അതുപോലെ ഉണക്കിങ്ങാണ്ട് വെക്കലാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. പക്ഷെ ഫ്രീസറിൽ നമ്മൾ ബീഫൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ മെസ്സി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇതാ ഈ ഒരു സൈഡിലോ എല്ലോ ഭാഗത്തൊക്കെ എന്തായാലും അയക്കുണ്ടാവും. അപ്പോൾ മുകൾ ഭാഗം നല്ലപോലെ ഡീപ്പാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടോ. എൻ്റെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്, അതുകൊണ്ട് തന്നെ ഫ്രീസറും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ക്ലീനാക്കി. പിന്നെ താഴെ ഭാഗം നമ്മൾ സാധാ വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ മൊത്തത്തിലൊന്ന് ഇതേപോലെ ആ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സ്പോഞ്ചിൻ്റെ മറുഭാഗം ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വെക്കാൻ നല്ല പോലെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഓവറായിട്ടുള്ള അയക്കുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ചിങ്ങാണ്ട് അയക്ക് പോക്കാറുള്ളത്. ആഴ്ചയിലൊരിക്കൽ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എൻ്റെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ മുകളിലാണ് ഞാൻ ആദ്യം തന്നെ ഒന്ന് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കിയത് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷമാണ് ഞാൻ ഇത് മൊത്തം മുഴുവനായിട്ട് തന്നെ തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ഭാഗം തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വീണ്ടും നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ വന്നിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ക്ലോത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ മൊത്തം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ വെജിറ്റബിൾസ് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുക. തരം തിരിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ എടുക്കാനും ഈസി ആയിരിക്കും. നമുക്ക് നല്ല പോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല പോലെ തന്നെ ഒരു വൃത്തിയും തോന്നും കേട്ടോ. അല്ലാതെ നമ്മൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കും എന്നല്ലാതെ ഒരു വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല കേട്ടോ.
അപ്പോൾ ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫ്രീസറിൽ വെക്കുന്ന മീനൊക്കെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മീൻ കേടുകൂടാത്ത രീതിയിൽ തന്നെ കിട്ടും ചെയ്യും. അവിടെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിന് ഉണ്ടാവും ചെയ്യും. വൃത്തിയാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ട്രേയും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഷെൽഫ് ഉണ്ടല്ലോ, ഒരു വെജിറ്റബിൾ ബോക്സ്, അതെല്ലാം പുറത്തേക്ക് വെച്ചിട്ട് തന്നെ നല്ല വൃത്തിയിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷേ അതന്നെ ഈ ഒരു ട്രേക്കും ഈ ഒരു സംഭവത്തിനൊക്കെ ക്ലീൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ട്രേയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല പോലെ തന്നെ ഉണക്കിയെടുക്കണം. ഇപ്പം മായം കാര്യങ്ങളൊന്നും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം വെള്ളം നല്ല പോലെ തന്നെ വാർന്നു പോകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നല്ലൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട്, നല്ല കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചിങ്ങാണ്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അയക്കുണ്ടാവുക ആ ഷീറ്റിലാണ് കേട്ടോ. കാരണം നമ്മൾ വെജിറ്റബിൾസ് അങ്ങനത്തെ കട്ട് ചെയ്തതും അല്ലാതെ ബാക്കി വന്ന കറികളൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഫ്രിഡ്ജൊക്കെ ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ട്രേയും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജ് ഞാൻ തുടച്ചെടുക്കുന്ന സമയത്ത് മൊത്തം ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം മുഴുവനായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തന്നെ മുഴുവനായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ എല്ലാ സാധനവും അറേഞ്ച് ചെയ്ത് വെച്ചു. പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ലപോലെ തന്നെ ആ ഒരു ചീത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും കേട്ടോ. ഇനി ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വീണ്ടും വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ വീണ്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ മുകളിലാണ് വെക്കുന്നത്. നമുക്ക് കുറച്ച് പെട്ടെന്ന് കിട്ടാനുള്ളതല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനത് മുകളിൽ വെച്ചു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതുപോലെ ചെറിയ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഫ്രിഡ്ജ് മുഴുവനായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവർക്കും വൃത്തിയാക്കാൻ പറ്റും. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.